അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 48. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസഹ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ് യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം പറഞ്ഞുവെച്ച വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്നതിന്റെ തുടർച്ചയാണ് ഇന്ന് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം ഇന്നലെ നമ്മൾ വിശദീകരിച്ചു. ഇനി തുടർന്നുള്ള ആയത്ത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. തീർച്ചയായും ജനങ്ങളെ കൊച്ചാക്കാനും ചെറുതായി കാണാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ എന്താണെന്ന് ചോദിച്ചാൽ അത് എന്റെ കയ്യിൽ 4 കാശുണ്ടെന്നും പിന്നാലെ 4 ആളുണ്ടെന്നും തോന്നുന്ന ധിക്കാരമാണ് മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ജനങ്ങളെ കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന എല്ലാവർക്കുമാണ് വൈലെന്ന നരകം, അല്ലെങ്കിൽ നാശമായ നാശമെല്ലാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറയുകയാണ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് ഇടയ്ക്കിടെ എണ്ണി തിട്ടപ്പെടുത്തുകയും അതിൽ സായുജ്യമടയുകയും ചെയ്യുന്നവനാണ് സർവ്വവിധ നാശവും. അതായത് ഹറാമും ഹലാലും നോക്കാതെ ധാരാളം സമ്പാദിക്കുന്നു. സമ്പാദിക്കണമെന്ന നിയ്യത്ത് മാത്രമേ ഉള്ളൂ. അതിനാണ് അവൻ ജീവിക്കുന്നത്. അവനാണ് മറ്റുള്ളവരെ ചെറുതായി കാണുക. സമ്പത്താണ് എല്ലാ അന്തസ്തുകളുടെയും മാനദണ്ഡം എന്നവൻ മനസ്സിലാക്കി കളയുകയാണ്. അവന് ജീവിക്കാൻ വേണ്ടിയല്ല പണം, മറിച്ച് പണത്തിനു വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി പണമാകാം. ജീവിക്കാൻ വേണ്ടി പണമുണ്ടാക്കുമ്പോൾ അത് എത്രയുണ്ടാക്കാം, ഇസ്ലാമിന് ഒരു നിയന്ത്രണവും അവിടെ ഇസ്ലാം വെക്കുന്നില്ല. എത്രയുമാവാം. ജീവിക്കാൻ വേണ്ടി പണമുണ്ടാക്കുമ്പോൾ കോടിപതിയാവാം. പക്ഷേ പണത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ 10 രൂപയെപ്പോലും സ്നേഹിക്കാൻ പാടില്ല. പണത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അഥവാ അതേ സമയത്ത് ജീവിക്കാൻ വേണ്ടി പണമുണ്ടാക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ പണത്തെ പടച്ചോനാക്കരുത് എന്നർത്ഥം. ഏതാവട്ടെ, ഈ ഒരവസ്ഥ മനുഷ്യനിൽ വരുമ്പോൾ അല്ലദീ ജമഅ മാലൻ, അവൻ ധാരാളം സമ്പത്ത് ഹറാമും ഹലാലും ഒന്നും നോക്കാതെ, എങ്ങനെയൊന്നും നോക്കാതെ, എവിടെന്ന് എന്ന് നോക്കാതെ വലിച്ചുകൂട്ടും. അങ്ങനെ സമ്പത്ത് ധാരാളം വലിച്ചുകൂട്ടുന്നു. അതുകൊണ്ടാണ് മാലൻ എന്ന് പറഞ്ഞത്. അൽമാല എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്നാണ്. മാലൻ എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്നാണ്. ഈ ശൈലിയിൽ പറയാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് കാണാം. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ ആ ചർച്ച ഉൾക്കൊള്ളാൻ കഴിയൂ. സാധാരണക്കാർ അത് മനസ്സിലാക്കുക. മാലൻ എന്ന് പറയുമ്പം ധാരാളം പണമെന്നാണ്. അൽമാൽ എന്ന് പറയുമ്പം പണമെന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഏതാവട്ടെ, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, എന്നിട്ട് ഇടയ്ക്കിടെ അത് എണ്ണി തിട്ടപ്പെടുത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ കണക്ക് പരിശോധിച്ച് ആ തണ്ടിൽ ഞെളിയുന്നവനാണ് മറ്റുള്ളവരെ ഇകഴ്ത്താനും കൊച്ചാക്കാനും തയ്യാറാകുക. വഅദ്ദദഹു എന്ന് പറയാൻ കാരണം മനുഷ്യന്റെ ഷെൽഫിലുള്ള പണം രാവിലെ എണ്ണിയത് വൈകുന്നേരവും എണ്ണും, അത് പിറ്റേന്ന് രാവിലെ വീണ്ടും എണ്ണും. അതിലേക്കാരും ഒന്നും കൊണ്ടുവച്ചില്ലെന്നവനറിയാം, ഉള്ളതാരും കൊണ്ടുപോയിട്ടില്ലെന്നും അറിയാം. എന്നാലും എടുത്തെണ്ണും. ഇടയ്ക്കിടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ച് ഇത്ര ആസ്തിയുള്ളവനാണ് ഞാൻ കോടിപതിയാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ആസ്തി എനിക്കുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി ഇടയ്ക്കിടെ അതിന്റെ കണക്കെടുപ്പ് നടത്തി ഞെളിയുന്നവനാണ് മനുഷ്യൻ. അത് മനുഷ്യന്റെ ഒരു ദൂഷ്യ സ്വഭാവമാണ്. പണമുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ളയാളായി മാറരുത്. അത്തരത്തിലുള്ള ആളുകൾ യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിക്കും അന്ന മാലഹു അഖ്ലദ, തീർച്ചയായും അവന്റെ സമ്പത്ത് എന്നും അവനെ ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ വിടും എന്നവൻ ധരിച്ചു പോകും.
അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. എത്ര വലിയ ധനാഢ്യനാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എനിക്ക് സമ്പത്തുള്ളതുകൊണ്ട് ഞാൻ മരിക്കൂലാന്ന് ഏതെങ്കിലും ഒരു ധിക്കാരിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്താം. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. അയ്യഅമലു അമല മൻ യൂഖിനു അന്ന മാലഹു അഖ്ലദ. അവന്റെ സമ്പത്ത് അവനെ കാലാകാലം ശാശ്വതമായി ജീവിക്കാൻ അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ പ്രവർത്തനമായിരിക്കും അയാൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന പണികളൊക്കെ കണ്ടാൽ, ദുന്യാവിന്റെ മുകളിൽ പുതച്ചുറങ്ങുന്നത് കണ്ടാൽ, ദുന്യാവിന് വേണ്ടി ജീവിക്കുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും, കാണികൾക്ക് തോന്നും, ഇയാൾക്ക് 10 രൂപയുള്ളതുകൊണ്ട് 10 ഉറുപ്യ കയ്യിലുള്ളതുകൊണ്ട് ഇയാൾ മരിക്കൂല എന്ന ധാരണയുണ്ടോ എന്ന് തോന്നും. അപ്പൊ അയാൾക്ക് അങ്ങനെ തോന്നുമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് അയാൾക്ക് അങ്ങനെ ഒരു തോന്നുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഇക്രിമ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച ഒരു വിശദീകരണമുണ്ട്. അഖ്ലദഹു എന്ന് പറഞ്ഞാൽ കാലാകാലം ഇവിടെ ജീവിപ്പിക്കുമെന്നവന് തോന്നുമെന്നല്ല, മറിച്ച് 10 ഉറുപ്പിക ഉള്ളതുകൊണ്ട്, എനിക്ക് പണമുള്ളതുകൊണ്ട്, അന്നഹു യസീദു ഫിൽ ഉംർ, ആ പണം അല്പമൊക്കെ ആയുസ് നൽകും, ദീർഘായുസ് നൽകും എന്ന് വിശ്വസിച്ചേക്കാം. അത് ശരിയാണ്. അങ്ങനെ ധാരണ പലപ്പോഴും മനുഷ്യനുണ്ട്. ഞാൻ ഓർത്തുപോവുകയാണ്, ഞാനൊരു വലിയ മുതലാളിയെ വിസിറ്റ് ചെയ്തു. അയാൾക്ക് വാൾവിന്റെ അസുഖം വന്ന് അതൊക്കെ ക്ലിയറാക്കിയതിന്റെ ശേഷം അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ, വാൾവ് മാറ്റിവെച്ചതിന്റെ ശേഷം വിശ്രമിക്കുമ്പോൾ ഞാൻ പോയി കണ്ടു. എന്തൊക്കെയുണ്ട് ഹാജിയാരെ വർത്താനമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ അതൊക്കെ പണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വാൾവിന് അസുഖം വന്നാൽ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഏതു വന്നാലും, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖം വന്നാൽ, ആന്തരാവയവങ്ങൾക്കൊക്കെ രോഗം വന്നാൽ പേടി തന്നെയായിരുന്നു ഉസ്താദെ പണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴെന്തിനു പേടിക്കണം? പണമുണ്ടോ? ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ, ഡോക്ടർമാർ ഇഷ്ടം പോലെ, ഉപകരണങ്ങൾ ഇഷ്ടം പോലെ, അതിനൊക്കെ ആളുകൾ ഇവിടെ ഇല്ലേ? ഇന്ന് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് മരിക്കില്ല എന്ന ഒരു ധാരണ അദ്ദേഹത്തിന് വരികയാണ്. ഇവിടെയാണ് യഹ്സബു അന്ന മാലഹു അഖ്ലദ. സമ്പത്തുണ്ടോ? ഇപ്പോഴൊന്നും മരിക്കില്ല, കുറച്ചു കാലവും കൂടെ ജീവിക്കാം, 40 ഞാൻ അങ്ങ് പോകില്ല, ഒരു 60-70 വരെ എത്തും, അതെന്റെ സമ്പത്ത് കൊണ്ട് പിടിച്ചു നിർത്തുമെന്ന ഒരു ധാരണ പലപ്പോഴും പലർക്കുമുണ്ട്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ പണമുണ്ടായിട്ടും കാര്യമില്ല, എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടാവട്ടെ, ഡോക്ടർമാരുണ്ടാവട്ടെ, ഉപകരണങ്ങൾ ഉണ്ടാവട്ടെ, എന്തുണ്ടായിട്ടും അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതാണ് പടച്ച റബ്ബ്. ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതോടുകൂടെ തന്നെ ചിലരെ അള്ളാഹു മരിപ്പിക്കുന്നു, ചിലരെ നീട്ടിയിടുന്നു. അപ്പോൾ അള്ളാഹു ഈ പാഠം നമുക്ക് നൽകുകയാണ്. ഏതാവട്ടെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പടച്ച റബ്ബ് പണത്തെ പടച്ചോനാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ജീവിക്കാൻ വേണ്ടി പണമാവാം, അതിനുവേണ്ടി അധ്വാനിക്കാം, ഹലാലായ മാർഗത്തിൽ ഉണ്ടാക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.